അല്ല ചേച്ചി വിളിച്ചിരുന്നു പാതാളത്തിൽ നിന്ന്. എന്ത് പറഞ്ഞു? അവരെന്തോ TV കണ്ടുകൊണ്ടിരുന്നപ്പം ഇളയരാജയുടെ ഒരു വാർത്ത ഉണ്ടെന്ന്. എന്തെന്ന്? അയാൾ ചെയ്ത പാട്ടൊക്കെ ഇല്ലേ, അതിനൊക്കെ അയാളെ റൈറ്റ്സ് ചോദിക്കുന്നു. കോപ്പിറൈറ്റ് ചോദിച്ച് നല്ല കാശ് വാങ്ങിക്കുന്നെന്നാണ് അറിവ്. ആണ്. അപ്പം ചേച്ചി പറയുന്ന വെച്ചാൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ മാവേലി സ്റ്റോർ ഉണ്ടല്ലോ. അത് തമ്പുരാന്റെ പേരിലാണല്ലോ. പേര് മാവേലി സ്റ്റോർ എന്നാണ്. അപ്പം അതിന് റൈറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്നാണ് പറയുന്നത്. നല്ല കാശ് കിട്ടുമെന്ന്. അത് പേര് മാവേലി സ്റ്റോർ ആണെന്നാണെങ്കിലും അത് എൻ്റെതല്ല. ചേച്ചി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം തമ്പുരാന്റെ എന്നാണ്. അതാണ് ഞാനും ആലോചിക്കുന്നത്. വാങ്ങിക്കാതെ ചെന്ന് കഴിഞ്ഞാൽ എന്നെയും പാതാളത്തിൽ കയറ്റില്ലെന്ന്. എനിക്ക് വേണ്ടി കിട്ടും. അത് പോട്ട്, എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാം. തമ്പുരാന്റെ സമയം ശരിയല്ലെന്നാണ് തോന്നുന്നു. ഏതെങ്കിലും നല്ലൊരു കണിയാനെ കൊണ്ടൊന്ന് നോക്കിക്കണം. ഇപ്പൊ നമുക്ക് ആരെങ്കിലും കാണാനൊന്നും പോണ്ടേ? പോണമല്ലേ? ഒരു ബെസ്റ്റ് ആളുണ്ട്. ഉണ്ടോ? നേരെ പോയാലോ? തമ്പുരാൻ അവിടെ ഒന്ന് സസ്പെൻസ് ആയിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ മതി. മതിയാ? മതി. പോയിട്ടില്ല. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ശരി, പോവാം. കഴിഞ്ഞ പ്രാവശ്യം മഹാബലി കേരളത്തിൽ വന്നത് വെള്ളപ്പൊക്കത്തിലൂടെയാണ്. ആ വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്നപ്പോൾ പുള്ളി ഇങ്ങ് വന്നു. ഞാൻ പുള്ളിയുടെ ഒരു സഹായിയാണ് കേരളത്തിൽ. പക്ഷേ ഈ പ്രാവശ്യം പുള്ളിക്ക് വരാൻ ഏതൊരു നിർവാഹവുമില്ല. വണ്ടി കിട്ടുന്നില്ല, വള്ളമില്ല. അപ്പം എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് പ്രത്യക്ഷപ്പെടുത്തി തരണം. പിന്നെന്താ, അങ്ങനെ ആയിക്കോട്ടെ. അയ്യോ, ഇതാരിത്? സുഖാണ്. എന്തോരം വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഞാൻ അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പാതാളത്തിലെ ചാനല്. എല്ലാ വീഡിയോസും വരുമ്പോഴത്തേ അപ്പം തന്നെ ഞാൻ കാണും. എൻ്റെ ഭാര്യയും ഞാനും കൂടെ ഒരുമിച്ചിരുന്നാണ് കാണുന്നത്. എൻ്റെ ഭാര്യ എന്നെ എന്താ വിളിക്കുന്നതെന്ന് അറിയാമോ? ചില സമയങ്ങളിൽ കുണുവാവേന്ന്. അത്രയ്ക്ക് ഇഷ്ടമാണ്. സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ എല്ലാ വർഷവും 10 ദിവസം നാട് കാണാൻ വരാറുണ്ട്. കഴിഞ്ഞ വർഷവും വന്നായിരുന്നു അല്ലേ? അതെ. ഈ വർഷം നാഗ ഉള്ളത് കൊണ്ട് എനിക്ക് വരാൻ പറ്റി. വരാന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് ഇങ്ങ് വരാൻ പറ്റും. അതെ, ഒന്നും പറഞ്ഞില്ല. സുഖയാത്രയായിരുന്നു. ഒറ്റ കയ്യിലെങ്കിലും പ്രത്യക്ഷപ്പെടുത്തിക്കളാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. പിന്നെ ഇദ്ദേഹം പ്രവചിക്കുന്ന ആളാണ്. നമുക്കിനി വരാൻ പോകുന്ന കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു തരും. അതായത് ഇനി അങ്ങോട്ടുള്ള ഒരു 10 ദിവസം എന്തായാലും ഞാൻ ഈ നാട്ടിലുണ്ടാവും. പല പല സ്ഥലങ്ങളിൽ പോകണം, പല പല ആൾക്കാരെ കാണണം. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വന്നപ്പോഴത്തേനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പുറത്തിറങ്ങി നടക്കുമ്പോഴത്തേക്ക് കള്ളുകൂടിയന്മാരുടെ വക അടി കിട്ടി. എന്നെ ഒരുപാട് പേര് ചീത്ത വിളിച്ചു. ഞാൻ കള്ളനാണെന്ന് പറഞ്ഞു, വേഷം മാറി മോട്ടിക്കാൻ നടക്കുന്നവനാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അതുകൊണ്ട് ഇത്തവണ കുടിയന്മാരെന്നെ ഓടിച്ചിട്ട് അടിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് നോക്കി പറഞ്ഞു. ആണോ? ഇല്ലാന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടത്? നാഗാദേവിയുടെ അടുത്തുനിന്ന് വന്നു പോയതുകൊണ്ട്. റൈറ്റ്, നീ ഒരു കുഴപ്പമില്ല. അതുപോലെ ഞാൻ വേറെ കാര്യമുണ്ട്. ഈ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിലേ എപ്പോഴും ഇല്ല, ചില സമയത്ത് എന്നെ ചെറിയൊരു സംശയം. അത് മാറാൻ ഇപ്പം എന്താണെന്ന് ചെയ്യാം? എങ്ങനെ സംശയിക്കാതിരിക്കും? സുന്ദരനല്ലേ? ആണല്ലോ. ഇങ്ങനെയൊക്കെ ഇട്ടിട്ടില്ലേ? ഉണ്ട്, എല്ലാ സാധനം ഇതുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് നോക്കൂലേ? അത് വീട്ടുകാർക്ക് അറിയാമല്ലോ പണ്ട് തൊട്ടേ. ശരിക്കും എനിക്ക് കുറേ വർഷം പഴക്കമുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളേ ഉള്ളൂ. ആണ്. അത് സുന്ദരനാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഇത് ഈ എൻ്റെ ഭാര്യയുടെ സംശയമൊക്കെ ഒന്ന് മാറ്റി അവളൊന്ന് സന്തോഷിപ്പിക്കാൻ ഞാൻ ഇപ്പം എന്താ ചെയ്യണം? അതൊരിക്കലും സാധ്യമല്ല. ഭാര്യമാരുടെ സംശയം ഒരിക്കലും മാറില്ല. മാറത്തില്ലെന്ന്. അപ്പം എൻ്റെ ഭാര്യയ്ക്കും എന്നെ ചെറിയ സംശയമുണ്ട്, അത് മാറും. അതല്ലേ പറഞ്ഞത്, ഭാര്യമാർ പെണ്ണ് കെട്ടി കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാർക്ക് സംശയം കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. നമ്മളെ കുറിച്ചോ? പക്ഷെ നമുക്ക് നമ്മുടെ ഭാര്യമാരെ സംശയമില്ലല്ലോ, അതെന്താ കാര്യം? അത് നിങ്ങളുടെ വിശാലമായ ചിന്ത കൊണ്ട് ആണല്ലേ. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും എൻ്റെ മൊബൈലിന്റെ ലോക്ക് വേണമെന്നാണ് പറയുന്നത്. അത് എടുത്തു കൊടുക്കണോ? പിന്നെ തീർച്ചയായിട്ടും കൊടുക്കുക. അപ്പൊ പിന്നെ കുറച്ചൊരു ശമനം കിട്ടും. ആർക്ക്? ഭാര്യയ്ക്ക്? 2 പേർക്കും. കഴിഞ്ഞ മാസം തൊട്ടപ്പുറത്തെ വീടിന്റെ കുളിമുറിന്ന് പോക്കി. അതിന്റെ സംശയം. എവിടുന്ന് പൊക്കിയ? കുളിമുറിന്ന്. ഞാൻ അവിടെ വെറുതെ പോയി ആ സൈഡിലൊക്കെ പോയി. ഏത് കുളിമുറിയുന്ന? അപ്പുറത്തെ വീട്ടിലെ. അവ സംശയിക്കാന്നതിന് പുള്ളി പറഞ്ഞ ന്യായം എന്താണെന്നറിയാമോ? ഇവരുടെ സോപ്പ് അവരെടുത്തോണ്ട് പോയെന്ന് സംശയം ഉണ്ട്. അത് നോക്കാൻ പോയി. സോപ്പ് എടുക്കാനായിട്ട് കുളിമുറിയുടെ അടുത്ത് വരെ പോയില്ലയോ? എല്ലാ കാര്യത്തിൽ തീരുമാനം. പിന്നെ വേറൊരു പ്രശ്നം, പുള്ളിക്കൊരു സങ്കടമുണ്ട്. അത് നാഗ കേൾക്കണം. നാഗാദേവി കേൾക്കണം. അപ്പൊ പുള്ളിക്കുള്ള സങ്കടം എന്താന്ന് വെച്ചാൽ, പുള്ളി പാതാളത്തിൽ ഒരു ചാനല് തുടങ്ങി, യൂട്യൂബ് ചാനല്. അപ്പൊ അതിൽ 8 അസുരന്മാരാണ് ഫോളോവേഴ്സ്. ദേവന്മാരെ ഒന്നും കിട്ടിയില്ല.
അമ്മര് ഞാനുമായിട്ട് ശരിയാവൂലെന്ന്. അവര് ഞാനൊന്ന് പൊങ്ങി വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പം എന്നെ ചവിട്ടിത്താക്കും. ഞാൻ വീണ്ടും പൊങ്ങി വരും, എന്തെങ്കിലും നല്ല കണ്ടന്റ് ഇട്ടുകൊണ്ട് വരും, ചവിട്ടിത്താക്കും. ഇവന്മാർക്ക് ഫേക്ക് ഐ ഡി ഉണ്ട്. അത് വെച്ചിട്ട് എന്നെ നീ കൊള്ളൂലടാ, എന്ത് ഊളത്തരോടാ നീ കാണിക്കുന്നത്, നിനക്ക് പോയി ചത്തൂടടാ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഫേക്ക് ഐ ഡി വഴി ഉമ്മർ ചോദിക്കുന്നത്. നേരിട്ടൊന്നും ചോദിക്കില്ല. അപ്പൊ അതിനെതിരെ എന്താണ് ചെയ്യേണ്ടത്? കമന്റ് നോക്കാതിരുന്നാ മതി. അല്ല, അതിപ്പോ നോക്കിപ്പോലും നമ്മൾ ആകാംക്ഷ കൊണ്ട് നമ്മൾ എടുത്ത് നോക്കും. അപ്പൊ ആൾക്കാരൊന്ന് പറയും. അതിനെയൊക്കെ അങ്ങ് നെഗറ്റീവിനെ പോസിറ്റീവായിട്ട് അങ്ങ് കരുതിയാൽ മതി. തന്നല്ലേ? പിന്നെ ഈ കമന്റിനൊക്കെ പിന്നെ അങ്ങനെ ചെയ്യാല്ലേ? ഫോളോവേഴ്സ് ഒന്ന് കൂട്ടണമെന്നും ഉണ്ട് പാതാളത്തിൽ പുള്ളിക്ക്. എന്തെങ്കിലും മാർഗം? പിന്നെ എങ്ങനെയത് ഇപ്പൊ തന്നെ മാർഗം വന്നു കഴിഞ്ഞു. എങ്ങനെ? നമ്മൾ 3 പേരും കൂടെ കൂടിയില്ലേ, അത് ലോകം മുഴുവൻ പോവല്ലേ. അപ്പൊ പിന്നെ ആണ്. എനിക്കും അതുപോലെ ഒരു പ്ലേ ബട്ടൺ. അതൊക്കെ കിട്ടും. ഞാൻ പോകുമ്പോ ഇതെടുത്തോണ്ട് പോയിക്കോട്ടെ. അത് തന്നെ വേണം. വേറെ അതുപോലെ ഒരെണ്ണം കിട്ടാനുള്ള മാർഗം ഉണ്ടാക്കി തന്നാ മതി. അത് ഇപ്പൊ തന്നെ കിട്ടിയെന്ന് കരുതിക്കോളൂ. ഓക്കെ, അത് മതി. അതെ, എനിക്കൊരു സംശയമുണ്ട്. ഇത്രയും നേരം മഹാബലിയുടെ സംശയങ്ങളാണല്ലോ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മഹാബലിക്ക് വേണ്ടി സംസാരിച്ചു. ഇപ്പൊ ഇത്രയും യൂട്യൂബിൽ ഫോളോവേഴ്സ് ഉണ്ടല്ലോ താങ്കൾക്ക്. എന്നെ നാഗാദേവി എന്ന് വിളിച്ചോളൂ കണ്ണ. ശരി. അപ്പം നാഗാദേവി, അപ്പം നമ്മള് ഇപ്പൊ നാഗാദേവിക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പം മോഹൻലാലിലൂടെ അഭിനയിക്കാനാണോ, മമ്മൂട്ടിയുടെ അഭിനയിക്കാനാണോ, ഭഗത് ഫാസിലിന്റെ അഭിനയിക്കാനാണോ നാഗാദേവി ചാൻസ് കിട്ടിയാൽ ആദ്യം പോവുക? എനിക്ക് അഭിനയിക്കാൻ അറിയില്ല കുട്ടി. ഒന്ന് വിളിച്ചാലും പോവില്ല? അഭിനയിക്കാനായിട്ട് വിളിച്ചാൽ പോവില്ല? അഭിനയിക്കാൻ വിളിച്ചാ പോവും, പക്ഷെ എനിക്ക് അഭിനയം അറിയില്ല. സിനിമയിൽ അഭിനയിച്ചല്ലോ. അത് ശബ്ദ സന്ദേശം കൊടുത്തതാ. അത് ഏത് സിനിമയായിരുന്നു? മരണമാസ്. അതില് ശബ്ദം ഉണ്ടോ? ഞങ്ങൾ കേട്ടായിരുന്നു. ചാനലിൽ 100 ദിവസം ഓടിപ്പടം. അപ്പം മഹാരാജാവ് പാതാളത്തിൽ ഒരു സിനിമ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഫേമസ് ആയ ഒരാളെ നമുക്ക് അഭിനയിക്കാൻ കിട്ടിയാൽ അത് നമ്മുടെ ഭാഗ്യമല്ലേ? അപ്പൊ സിനിമയ്ക്ക് അതിനൊരു ഗുണമാവും, സിനിമയുടെ ഗുണമാവും. പലൊരു വേഷം ഞങ്ങൾ അങ്ങോട്ട് തന്നാൽ ഒന്ന് അഭിനയിച്ച് തരുമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് പിന്നെ വല്ലാത്ത തലവേദനയാവും എന്നെ കൊണ്ട്. അല്ല, ഞങ്ങൾ തലവേദന ഇല്ലാതെ ഞങ്ങള് മാഡത്തിന് അല്ല നാഗാദേവിയെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന്. ഞാൻ ഇവിടെ അങ്ങ് വരണമെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. പുള്ളിക്ക് അതൊരു സന്തോഷമാവും. പുള്ളി അത് പാതാളം തന്നെ ആയി പോകത്തില്ലേ കുട്ടി? അതിന്റെ പേര് പാതാളം. അപ്പം ഞങ്ങൾ ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങള് മണിച്ചിത്രത്താഴ് പോലെ ഒരു സിനിമ എടുക്കാനാണ് തീരുമാനിച്ച് വച്ചിരിക്കുന്നത് പാതാളത്തിൽ. അപ്പം നാഗയ്ക്ക് ഈ നമ്മുടെ നാഗവല്ലിയെ കണക്കൊരു കഥാപാത്രം തന്നാൽ നമുക്കൊന്നത് അഭിനയിച്ച് കാണിക്കാമോ? അതെനിക്ക് അഭിനയിക്കാൻ അറിയില്ല, പക്ഷെ അതുപോലെ എപ്പോഴൊക്കെ എനിക്ക് വരുന്നതെന്നും അറിയില്ല. നാഗവല്ലിയാവും. നാഗവല്ലിയല്ല, നല്ല ദേഷ്യം ഉണ്ടാവുമല്ലോ, അന്നേരം ഞാൻ പൊട്ടിത്തെറിക്കും. അപ്പൊ എന്റെ കൂടെ ക്യാമറയും കൊണ്ട് വരേണ്ടി വരും ഞങ്ങള്. പിന്നെ അല്ലാതാരാ? ദേഷ്യം പിടിപ്പിക്കുന്ന സമയം നോക്കി ഇരുന്നിട്ട് ക്യാമറ കൊണ്ടുവന്ന് നിങ്ങൾ ദേഷ്യം ഒന്നും പിടിപ്പിക്കണ്ടേ? എനിക്ക് ദേഷ്യം വരുമല്ലോ, ഒരു കാരണമില്ലാതെ. അതിനെന്താ ഒരു പരിഹാരം? അല്ല, എന്തായാലും അഭിനയിപ്പിക്കാം. ഞങ്ങൾ എന്തായാലും വിളിക്കാനായിട്ട് വരും കേട്ടോ. ഇത് സീരിയസ് ആയിട്ട് പറയാം. സീരിയസ് ആയിട്ട് പറയാ. ഞങ്ങള് കഥ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പാതാളത്ത് വെച്ചിട്ടാണ് ഷൂട്ട്. വിസയും ടിക്കറ്റ് ഇട്ട് ഒരു കയറി അങ്ങ് വന്നേക്കണം. എന്നെ പരമാവധി ദേഷ്യം പിടിപ്പിച്ചിട്ട് ഒരു ഇത് വേണം അല്ലേ? എന്നെ ദേഷ്യം പിടിപ്പിച്ച പിന്നെ തണുപ്പിക്കാൻ ഭയങ്കര പാടാ മോനെ. അപ്പൊ വേണ്ട. അതെ, ഞാൻ സംശയം ചോദിച്ചോട്ടെ. ഇപ്പം പിന്നെ തിരുമേനി പറഞ്ഞല്ലോ ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ ഏത് സ്കൂളിലാണ് പഠിച്ചത് നാഗാദേവി? ഏത് സ്കൂളിലാണ് പഠിച്ചത്? കൊറേ സ്കൂളിൽ പഠിച്ച. എന്റെ നല്ല സ്വഭാവത്തിന് ക്ഷേത്രം ഉണ്ടല്ലോ ആലപ്പാട്ട് അമ്പലത്തിന്റെ അവിടെ ഒരു കുഞ്ഞു ഒരു സ്കൂളുണ്ടായിരുന്നു, പള്ളിക്കൂടം. അവിടെ 1 മുതൽ 4 വരെ. പിന്നെ ഹൈസ്കൂളിന്റെ തൊട്ടപ്പുറത്ത് കിഴക്ക് ഒരു കുഞ്ഞു സ്കൂളുണ്ട്, അവിടെ പഠിച്ചു. പിന്നെ അതിന് തൊട്ടിപ്പുറം ഹൈസ്കൂളിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് പഠിച്ചു. പിന്നെ അടൂർ സെന്റ് മേരീസ്, അതായത് അടൂർ ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ബാക്കിലൊരു പെൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളുണ്ട്. അറിയാവോ? നിങ്ങൾക്ക് അറിയാവോ? ഞങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളേ ഉള്ളൂ. അവിടെ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അവിടെ പഠിച്ചു. പിന്നെ അത് പഠിച്ചിട്ട് 10ാം ക്ലാസ് 2ാം തരത്തിൽ എഴുതി പഠിച്ചു.
അതൊരു ട്യൂഷൻ സെന്റർ ആയിരുന്നു. അതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ടപ്പുറത്തൊരു ഹൈസ്കൂളുണ്ട്, പുവറ്റൂർ എന്ന് പറയും. ഹ്യൂമാനിറ്റീസ് +2 പഠിച്ചു. അത് കഴിഞ്ഞ് പന്തളം NSS കോളേജ്, അവിടെ പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രീയ മീമാംസ പഠിച്ചു. എനിക്ക് സൈക്കോളജി, മനഃശാസ്ത്രം എടുത്ത് പഠിക്കാനായിരുന്നു ഇഷ്ടം. കിട്ടിയില്ല. അത് ഈ ഭാഗത്തൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഈ മനഃശാസ്ത്രം എടുത്ത് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് മനഃശാസ്ത്രത്തിനോടുള്ള ഒരു താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ. എനിക്കിനി അതൊന്നും പഠിക്കേണ്ടതില്ല കുട്ടി, ഞാൻ മനസ്സിനെ കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഈ മഹാബലിയുടെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് ഒന്ന് അങ്ങേക്ക് പറയാം? അത് എനിക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞാൽ മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ എന്നുള്ളതാണ് മനഃശാസ്ത്രം. എന്തെങ്കിലും മനസ്സിലായോ എന്റെ കുട്ടിക്ക്? എനിക്ക് ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. അപ്പൊ ഈ ചില സൈക്കാട്രിസ്റ്റുമാരൊക്കെ, ഈ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ മനുഷ്യന്റെ ലോകത്ത് മാത്രം നിന്ന് സംസാരിക്കുന്നവരാണ്. അതായത് മനുഷ്യന്റെ ഇപ്പൊ വ്യക്തികളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുന്നവരാ. അതല്ല, അതിനും അപ്പുറം ഞാൻ മനസ്സിനെ കണ്ടെത്തിയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും എന്താണെന്ന് എനിക്കറിയാൻ കഴിയില്ല എന്നുള്ളതാണ് മനഃശാസ്ത്രം. മറ്റവരൊക്കെ ഇരുന്ന് പറയുന്നത് പഠിച്ച് ഉള്ള അറിവും അവരുടേതായിട്ടുള്ള ചിന്തകളിലൂടെ വരുന്ന അറിവുകളുമാണ്. ദേവി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും പറഞ്ഞ ഒരാളിന് മനസ്സിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കും ഇല്ലേ? നമ്മുടെ ആത്മാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കില്ലേ? എനിക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമല്ല നിയന്ത്രിച്ച് നിർത്തുന്നത്. അപ്പം നമ്മളപ്പം എല്ലാ മനുഷ്യരും ഞാൻ സ്വതന്ത്രമായിട്ട് ജീവിക്കുക. ഒരു നിയന്ത്രണവും നമുക്ക് പാടില്ലെന്നാണോ? എന്തിനാ നിയന്ത്രിക്കുന്ന? ചിന്തകളെയൊക്കെ അങ്ങ് അഴിച്ചു വിടുക. അവിടെ ഇത്തിരി ശാന്തി സമാധാനവും കിട്ടും. ശാന്തി സമ്മാനവും വേണമെങ്കിൽ ചിന്തകളെ അഴിച്ചു വിടണമെന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന് ചെന്ന ഉടനെ തൊഴുത്തി കിടക്കുന്ന കന്നുകാലികളെ അഴിച്ചു വിട്ട്, ഭാര്യനെ അഴിച്ചു വിട്ട്, ഞാൻ പിള്ളേരെ അടിച്ച് വെളിയിൽ കളഞ്ഞ്, ഞാൻ സമാധാനത്തിന് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് ഞാൻ ചെറിയൊരു ആശ്രമം വെച്ച് താമസിക്കാൻ പോകണം. എനിക്കും വേണം ഇച്ചിരി സമാധാനം. അതെ, അതിന് അവരെയൊക്കെ അഴിച്ചു വിടുന്ന എന്തിനാ? പശുവിനെ എന്തിനെയൊക്കെ അഴിച്ചു വിടുന്നു? കയ്യിരിക്കുന്ന എല്ലാം അഴിച്ചു വിടും ഞാൻ എന്നിട്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ വന്ന് സമാധാനമായിട്ട് ശിഷ്ടകാലം എൻ്റെ പ്രജകളുടെ കൂടെ ഞാൻ ജീവിക്കും. അതിന് അവരൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരിടത്ത് വന്ന് ഇങ്ങനെ അങ്ങ് ഇരുന്നാൽ മതി. തിരുമേനി അടുത്ത വർഷം ഇവിടെ വന്ന് ഇരുന്നോട്ടെ, നമുക്ക് ഇരുന്നോളൂ, ധ്യാനത്തിന് ഇരുന്നോളൂ. ധ്യാനത്തിന് എവിടെ ഇരുന്നാലും മതി. ശിക്ഷപ്പെടണമെങ്കിൽ എന്തൊക്കെയാണ് അങ്ങേക്ക്? എനിക്ക് ശിക്ഷപ്പെടുകയൊന്നും വേണ്ട. ഇവിടെ ഇരുന്നാൽ ശിക്ഷപ്പെടാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങള് ഇവിടെ ആയി കഴിഞ്ഞു, ഇനി എങ്ങും ഇല്ല. ഇവിടെ പെട്ടുപോയി മക്കളെ, നിങ്ങൾ ഇത്രയും പേരും പെട്ടുപോയി. അപ്പൊ ഇനി എനിക്ക് അങ്ങോട്ടുള്ള 10 ദിവസം പ്രജകളെ പോയി കാണാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിങ്ങളിവിടെ വന്നതോടുകൂടി എല്ലാരും പെട്ടുപോയി. പോകാൻ പറ്റില്ലേ? പോകാം, പെട്ടുപോയി. ഇതൊരു ചുരുളിയാണ്, കറങ്ങി ഇവിടെ തന്നെ വരുമെന്നാ പറഞ്ഞത്. അല്ല, ഇവിടെ തന്നെ കടക്കണമെന്നൊന്നും പറയുന്നില്ല. എവിടെ പോയാലും ഇവിടുത്തെ ഓർമ്മകൾ ഉണ്ടാവും. ആ നിമിഷം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ വന്നോളൂ. ഞാൻ വരുത്തൊന്നും വേണ്ട. ഇപ്പൊ തന്നെ ഉള്ളിൽ ഉണർന്നു കഴിഞ്ഞു എല്ലാവരുടെ. അല്ലെങ്കിൽ നോക്കിക്കോ, മഹാബലിക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ ഒരു സമാധാനമൊക്കെ തോന്നുന്നു. ഇപ്പൊ ഒരു ഭാരം ഇറക്കി വെച്ചൊരു നോക്ക്. ഞാൻ ക്യാമറയുടെ മുന്നിരുന്ന് തമാശ പറയല്ല. മഹാബലിക്ക് ഭാര്യ കുണുവാവയെന്ന് വിളിക്കുന്നേക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷമാണ് എനിക്ക് കേൾക്കുമ്പോൾ. അപ്പൊ മഹാബലിയെ വെച്ചൊരു കുണുവാവയാക്കി ഒരു പാട്ട് പാടിയ മഹാബലിക്ക് ഭയങ്കര ഈ ഓണത്തിന് കിട്ടാന്നുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും അത്. ദേവാ, നിന്റെ കണ്ണുകളിൽ മയങ്ങിക്കിടക്കുന്നു ഞാൻ, എൻ്റെ മുഖം ഞാൻ കാണുന്നു നിന്റെ കണ്ണുകളിൽ. ദേവാ 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 ദേവാ, എവിടെ നിന്നു വന്നു നീ എൻ്റെ തിരുമുന്നിൽ? എവിടെ നിന്നു വന്നെത്തി നീ എൻ തിരുമുന്നിൽ? സുന്ദരനായൊരു
കുമാരനെ പോലെ തിളങ്ങുന്നൊരു വദനവുമായി ദേവാ നിന്റെ കണ്ണുകളിൽ എൻ മുഖം ഞാൻ കാണുന്നുവോ. ഇത് കാന്തമോ കന്ന, കാന്തമോ കന്ന. കൊള്ളാം, അത് എൻ്റെ മുഖം കണ്ടതിനകത്ത് ഞാൻ കാണുന്നു. കണ്ണിൽ കാണാൻ പറ്റുന്നുണ്ട്. മഹാബലിക്ക് ഈ ഭാരഫലങ്ങളിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ വാറിന്റെ മുമ്പ് അടി കിട്ടി, ഇനി കിട്ടില്ലെന്ന് ദേവി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയുള്ള വർഷം, അങ്ങോട്ടുള്ള വർഷങ്ങളിലെ ഓണം മഹാബലിക്ക് നല്ലതാണോ? പാതാളത്തിൽ ഇനി ഇദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താൻ പറ്റുമെന്നൊക്കെ ഒന്ന് കൈ നോക്കി പറഞ്ഞു തന്നെ അതും കൂടെ ഒന്ന് ചെയ്തു തരണം. ഞാൻ ഈ വർഷക്കണക്കിലൊന്നും നോക്കൂല. ഏത് കണക്കിൽ ദേവി പറഞ്ഞാലും അത് പുള്ളിക്ക് പ്രസന്റ് ഈ നിമിഷം അതെ വളരെ സുന്ദരമായിരിക്കും, മനോഹരമായിരിക്കും. നോക്കിക്കോളൂ, വളരെ സുന്ദരവും മനോഹരമായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, നിമിഷം, ഓരോ നിമിഷവും. ദിവസങ്ങളല്ല, ഭൂതമല്ല, വരാനുള്ള ഭാവിയല്ല, നാളെയല്ല. നാളെ എനിക്കില്ല, നാളെ നുണയാ. ഈ നിമിഷം ഉയർച്ച. അപ്പൊ ഇനിയും ഇദ്ദേഹം തന്നെ പാതാളത്തിൽ രാജാവായി തുടരുമെന്നാണ് പറയുന്നത്. എക്കാലവും രാജാതിരാജൻ മഹാബലി നീനാൾ വാഴട്ടെ. എന്റെ പ്രജകൾ പോലും പറയൂല അവിടെ. ഇത്രയും നന്നായിട്ട് പിന്നെ കൊള്ളാം. ഇപ്പൊ ഒരു മനസ്സിനൊരു കുളിരും ഒരു സന്തോഷവും നാട്ടിൽ 10 ദിവസം നിൽക്കാനുള്ള ഒരു ഊർജവും ഒക്കെ കിട്ടി. അപ്പൊ ഈ ഓണം ഇനി പാതാളത്തിലോട്ടൊന്നും പോകണ്ടെന്നേ. അതാ ഞാൻ പറഞ്ഞത്. പുള്ളി പറയാം, പുള്ളി ഇവിടെ താമസിച്ചുള്ളതാ പുള്ളി പറയുന്നത്. ഒരു പ്ലാൻ ഉണ്ട് എനിക്ക്. പക്ഷെ പാതാളത്തിൽ പോകണ്ട, ഇവിടെ നിന്നാൽ വേറെ കുഴപ്പമുണ്ട്. ധ്യാനത്തിൽ പോകണം കേട്ടോ. ധ്യാനത്തിന് പോകണം അല്ലേ? പോവണ്ട, ഒരിടത്ത് ഇരുന്നാ മതി. ധ്യാനിച്ചാൽ മാത്രം മതി. പിന്നെ ഇത്തിരി സമാധാനത്തോടുകൂടി ഒരിടത്ത് ഇരുന്നാല് പ്രജകൾക്കും സമാധാനം കിട്ടും, മഹാബലിക്കും കിട്ടും. എന്റെ കുടുംബത്തിന് സമാധാനം കിട്ടും ഞാൻ അവിടെ ഇല്ലെങ്കിൽ. അതെ, കുറച്ചേരം നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ശല്യം ഉണ്ടാവുന്നില്ലല്ലോ. അതെ. അപ്പൊ ഈ പുള്ളിക്ക് അപ്പൊ യുദ്ധത്തിനൊന്നും പോണ്ടേ? അവിടെ യുദ്ധമൊക്കെ ഉണ്ട്. അതിന് മനസമാധാനം വേണമെന്നല്ലേ പറയുന്നത്? അയൽരാജ്യക്കാർ വന്നിട്ട് ചുമ്മാ ചൊറിയോ, നമ്മളുണ്ട് അച്ഛനെ യുദ്ധത്തിന് വാടാ, നീ പേടിത്തൂരില്ലടാ, ഭൂമി കയറിയിരിക്കാതെ ഇറങ്ങി വാടാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ പറയണ നിങ്ങൾ അവിടെ കിടന്ന് യുദ്ധം ചെയ്തോളാൻ പറയണം. ഇനി ഞാൻ അങ്ങനെ പറയും. അപ്പൊ എന്തായാലും സമാധാനം ആയല്ലോ. ഇനി അങ്ങോട്ട് ഒരു 10 ദിവസം സമാധാനം. എല്ലാവർക്കും സമാധാനം വേണ്ടെന്ന്. അപ്പൊ സമാധാനത്തിന് വേണ്ടി പിന്നെ യുദ്ധം ചെയ്യുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അതെ. അപ്പോഴേ സിനിമേനി പുറത്തോട്ട് നിൽക്കണം. ഞാൻ ഇത്രയും നമ്മുടെ കാര്യം നോക്കി പറഞ്ഞതല്ലേ, ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ ശരി, ഞാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും വന്ന് കാണും. സന്തോഷം. ഓക്കെ. അപ്പൊ നിങ്ങൾ സംസാരിച്ചിട്ട് വരിക, ഞാൻ വെളിയിലുണ്ടാവും. സന്തോഷം. അപ്പോൾ ഹാപ്പി ഓണം. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ സന്തോഷവും ഉണ്ടാവട്ടെ, നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. ഹാപ്പി ഓണം. ശരി. എൻ്റെ ഓലക്കുട. മഹാബലിയുടെ കൈ നോക്കിയ സ്ഥിതിക്ക് ഞാനൊരു 101 രൂപ അങ്ങോട്ട് തരാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ 101 രൂപയല്ലല്ലോ പറഞ്ഞത്, ഞാൻ 1 ലക്ഷം ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഞാനത് 50,000 ഒക്കെ ആക്കി. ഞാൻ വിചാരിച്ചു 50,000 കൊണ്ടുവരുമെന്നായിരുന്നു വിചാരിച്ചത്. 101 രൂപ തരാനുള്ള കപ്പാസിറ്റി എനിക്കുള്ളൂ. ഇപ്പം മനസ്സിൽ പറയുന്നത് എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്റെ ചിരിയൊക്കെ മാഞ്ഞു വരുന്നത് കണ്ടു. ഇനി അടുത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. അവിടെ തൊലിഞ്ഞ ഒരു മോന്തം വെച്ചോടാ, നിന്റെ മോത്ത് ആര് നോക്കൂടാ? പ്രഭു പ്രഭു പോയി. പ്രഭു